So hello guys, welcome back to our YouTube channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മിനി ക്രാഫ്റ്റ് സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത് ഒരു ബേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ബേസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു വൈറ്റ് കളർ. ഇത് ബാക്ക് സൈഡാണ്. ഫ്രണ്ട് കാണിച്ചു തരാം നമുക്ക്. ഫ്രണ്ടത്തിനും കൂടി രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയൊരു ബേസാണിത്. ഇവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് അതിലിറങ്ങാം. ബേസിൻ്റെ മേലെയാണ് മെയിനായിട്ടുള്ളത്. താഴെ ഒന്നുമില്ല നമുക്ക് ഈ ബേസിൽ. പിന്നെ നമ്മളിന്നൊരു ക്രിയേറ്റീവ് മാപ്പാണ് കളിക്കണത്. ഇതാ ഇവിടെ നമുക്ക് എൻചാന്റിംഗ് ടേബിൾ, ദ ബുക്ക് ഷെൽഫ്, കപ്പ് കേക്ക്, ബെഡ്. ഇതാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ചെസ്റ്റ്. ഇതെത്രയാണ് നമ്മുടെ ഉള്ളത്. ചടിക്കോ പോ. ഇതാണ് നമ്മുടെ ബേസ്. പിന്നെ ഇവിടെ ചെറുതായിട്ട് സോഫ പോലെ കാണിക്കാൻ പറഞ്ഞു. ഇതാ ഇത് നമ്മളൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബേസാണ്. അതായത് ക്രിയേറ്റീവിൽ ഇങ്ങനെ ഓരോ ബേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബേസായിട്ട് എനിക്ക് തോന്നി. ഇത് നല്ല രസമുള്ളതാണ്. നമുക്ക് നേരെ അടുത്തേക്ക് പോവാം. ഇനി അടുത്ത കാരണം ബിൽഡ് ചെയ്യണം, അതാണ് വേണ്ടത്. ഇവിടെ ആ മലയിൽ എന്തെങ്കിലും ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നമ്മുടെ ചാനലിൻ്റെ ലോഗോ വരുന്നില്ലേ, അതുപോലെ. അത് ഞാൻ മുമ്പ് ചെയ്തതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അത് ഞാൻ തന്നെ ചെയ്തതാണ്. പക്ഷെ എൻ്റെ ആ മാപ്പ് ഡിലീറ്റായി പോയി. അതാണ് ഉണ്ടായത്. നമുക്ക് ഈ മലയിൽ അങ്ങനെ ആദ്യം നല്ല പണിയുണ്ട്. അത് ചാടായിക്ക് ചാടി, കുഴി ചാടി, കുഴി ചാടി. ഇതൊക്കെ മൊത്തം അടിച്ച് ഇരുട്ടാവാരായോ. അതിനെന്താണ് ക്രിയേറ്റീവിലാണ്. നോ പ്രോബ്ലം. ഇവിടെയൊക്കെ അടിച്ച് നിരത്തിയെടുക്കണം. ഇതേപോലെ നല്ല സ്ഥലം വേണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാം. അതുകൊണ്ട് ഇത് കൊടുത്ത് ഇത് മൊത്തം നിരത്തിയെടുക്കണം. പിന്നെ അടുത്തത് മൊത്തത്തിൽ നിരത്തിയെടുക്കണം. നമുക്ക് പോയി കടന്നുറങ്ങിയിട്ട് രാവിലെ ആക്കിയിട്ട് വരാം. ഇത് ചന്ദ്രൻ. നമ്മുടെ ബീച്ച് എവിടെയായിരുന്നു? ബീച്ച് അവിടെ തന്നെ അല്ലേ? അതവിടെ തിളങ്ങി നിൽക്കുന്നു നമ്മുടെ ബേസ്. രാത്രിയിലാണ് നമ്മുടെ ബേസ് ഇത്തിരി കൂടി കാണാൻ ലുക്ക്. രാവിലത്തെ കാട്ടിലും ലുക്ക് രാത്രിയിലാണ്. ഇതാ അത് നോക്കിയ ബേസിൻ്റെ ലുക്ക്. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയി. ഒരു അടിപൊളി ബേസാണ്. ഇതാണ് എനിക്ക് ഈ ബേസ് ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ ഇത് നമ്മുടെ ഈ ക്രിയേറ്റീവ് പാർട്ട് 1 ആണ് ഈ മാപ്പിൻ്റെ. ഇതിൻ്റെ ബാക്കി പാർട്ടുകളൊക്കെ ഞാൻ വൈകാണ്ട് തന്നെ ഇടാം. മേലേക്ക് പോവാം. രാവിലെ ആക്കിയിട്ട് തിരിച്ചു വരാം. ബെഡിലേക്ക് നമുക്ക് കിടക്ക് കടന്നു. രാവിലെ ആവട്ടെ. രാവിലെ ഉണ്ട്. നമ്മുടെ ബീഫിൻ്റെ അടി ചെറുതാണെങ്കിൽ മേലെ വലുതാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിച്ചിട്ട് പോവാം. രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണ്ടേ. സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നീന്തി കളിക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോവാം. നേരെ നമ്മുടെ ചെത്ത് റെഡിയാക്കിയ മലയ്ക്ക്. ഈ മലയാണ് നമ്മൾ ഇന്നലെ റെഡിയാക്കിയ മല. ഈ മലയിൽ ബാക്കി പണിയാണ്.
നമ്മൾ ഇവിടെ എത്തിയിട്ട് പൊട്ടിക്ക് എവിടെയാണ് ഇവിടെ ഇല്ല പൊട്ടിച്ചെന്നല്ലേ താഴെയാണ് പൊട്ടിച്ചത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇന്നലെ പൊട്ടിച്ച സ്ഥലം പൊട്ടിക്ക് മൊത്തത്തിൽ ഇത് ആദ്യം ലെവലാക്കിയിരിക്കുന്ന ഇത്തിരി പണിയുണ്ട്. ഈ വലിപ്പം മതിയോ നമുക്ക്? ഈ വലിപ്പത്തിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബാക്കി റെഡിയാക്കാം. ഇനി ഒബ്സീഡിയനാണ് അതിന്. നമ്മൾ ഒബ്സീഡിയൻ എടുത്തു. പിന്നെ നമുക്ക് വേണ്ട സ്റ്റോണുകൾ നെതർ വേണം. പിന്നെ ഏതായിരുന്നു എടുത്ത് സ്മൂത്ത് സാൻഡ് സ്റ്റോൺ. ഇതിൽ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെയും ഫേസ് എത്തണം. അത് ഒബ്സീഡിയൻ വെച്ചിട്ട് നമ്മൾ ഇത്ര വെച്ചിട്ട് എത്ര വെച്ചു? ഒരു ബ്ലോക്ക്, 2 ബ്ലോക്ക്, 3 ബ്ലോക്ക്, 4 ബ്ലോക്ക്. അടുത്ത ബ്ലോക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം. അടുത്ത ബ്ലോക്ക് നമുക്ക് ഇവിടെയും വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഫേസിലേക്ക് വരുമ്പോൾ ഹെയർ ചെയ്യാൻ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല തോന്നുന്നു. സ്ഥലം കുറവാണ്. നോക്കാം. പൊട്ട് അത് ശരിയല്ല. ഇനി നമുക്ക് അത് പൊട്ടിക്കും. ഇങ്ങനെ വെച്ച് തരണം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി. ഇങ്ങനെ വന്നിട്ട് ഹെയറും ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ മുഖത്തിൻ്റെ ഒരു ഷേപ്പ് വരും. അങ്ങനെയാണ് ഞാൻ അതിൽ ചെയ്ത് തന്നത്. പക്ഷെ ഇതിൽ വ്യത്യാസമുണ്ട് കുറച്ച് ചെയ്തതിൽ. ഇതൊരു ഇരുണ്ട കളറായി പോയ പോലെ. അതായത് ഇവിടെ ഇത്തിരി ഉള്ളിക്കായിപ്പോയി. ഇത് തൊട്ട് ഇനി നമുക്ക് ഇവിടെ അതേപോലെ ചെയ്യാം. ഇവിടെ ഇങ്ങനെ മതിയോ? ഇങ്ങനെ എനിക്ക് വേണമെന്ന് അടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഹെയർ റെഡിയാക്കി എടുക്കണം. അത് അത്യാവശ്യം ടഫ്നെസ് ഉള്ള പണിയാണ്. ഇവിടെ എത്തി. അടുത്തത് ഇവിടെ എത്തി. എവിടെ ഇല്ല, അതെത്തി ഇവിടെ ആയിട്ടാലും അതുവരെ. ഇത് ഫ്ലാറ്റായിട്ടുള്ളതിലെല്ലാം നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ സെറ്റാണ്. ഏകദേശം വന്നിട്ടുണ്ട്. പക്ഷെ എവിടെയോ ചെരിവുണ്ട്. ഇവിടെ ഹൈറ്റ് കൂടിപ്പോയി. നമ്മൾ കുറച്ച് റെഡിയാക്കി എടുക്കാം. നമുക്ക് വിട്ട് ഇവിടെ എത്ര ഉണ്ടായിരുന്നോ മതി. 1 ബ്ലോക്ക്, 2 ബ്ലോക്ക്, 3 ബ്ലോക്ക്, 4 ബ്ലോക്ക്. ഇവിടെ എത്ര? 1, 2, 3, 4. 4 ബ്ലോക്ക് വെച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം. അതൊക്കെ മൊത്തം പൊട്ടിച്ച് കളയാം. തെറ്റി പൊട്ടിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടും. ഇനി വരുമ്പോൾ ഇത് 2 ഇറക്കി കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഷേപ്പ് വന്നു. പക്ഷെ തെറ്റിയിട്ടുണ്ട്. പക്ഷെ എവിടെയോ ഇവിടെ ഹൈറ്റ് കൂടും ചെയ്തു. നമുക്കിത് ഒന്നുകൂടി പൊളിക്കാം. നമ്മൾ പെർഫെക്ഷനാണ് ഇപ്പോൾ നോക്കേണ്ടത്. എനിക്ക് പെർഫെക്ഷൻ ശരിയായില്ലെങ്കിൽ ഞാൻ വെറുതെ നിർത്തിച്ചെറിയും. അത് വേണ്ട, ഈ ലെവലിലേക്ക് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട്? വളരെ പിന്നീട് ഭംഗിയിൽ വന്നു. യെസ് ഗൈസ്, ഒരു മുഖത്തിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കണ്ണ് ചെയ്യണം. ഇത് ശരിക്കും ഞാൻ ചെയ്തതിൻ്റെ കണ്ണിൻ്റെ വലിപ്പമേ ഉള്ളൂ. ഞാൻ ആ കണ്ണ് ഇത്ര വലിപ്പത്തിലാണ് ചെയ്തതെന്ന്. ഇതിൽ നിന്നൊരു കണ്ണ് ചെയ്തെടുക്കൽ ടഫാണ് തോന്നുന്നു. ഇതിൽ 2 കണ്ണ് ചെയ്യുമ്പോഴേക്ക് മുഖത്തിൽ വേറെ ഒന്നിനും സ്ഥലം ഉണ്ടാവും തോന്നുന്നില്ല. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു കണ്ണിനുള്ള സ്ഥലം 4 ബ്ലോക്കിൽ ഒരു കണ്ണുണ്ടാക്കണം. അപ്പത്തെ കൈ വഹിക്കും. ടൂൾസ് എടുത്ത് ക്രിയേറ്റീവ് ആയതുകൊണ്ട് ബ്ലോക്ക് പോയ പ്രശ്നമില്ല. അതാണ് അയാളെ പ്രധാനം. ഇതും പൊട്ടിക്കും, ഇതും പൊട്ടിക്കും, ഇത് ഇവിടുന്ന് ഒരു ഏകദേശം എത്ര ബ്ലോക്ക് കിട്ടും? 4 ബ്ലോക്ക് വിട്ടിട്ട് അപ്പോൾ ഇതും ആ കണ്ണ് വരണ മാതിരി ചെയ്യണം. അല്ല, ഈ സൈസിൽ ചെയ്യണം കണ്ണ്. അത് കണ്ണ് ഏത് വേണ്ട. അപ്പോൾ അപ്പുറത്തെ കഴിയില്ല. 4 ബ്ലോക്ക് തന്നെ ചെയ്യാം. ഇവിടുന്ന് 4 ബ്ലോക്ക് വിട്ട് ഇങ്ങനെ വെച്ചു. അതിൽ കുറച്ചും കൂടി കളർ ചെയ്തെടുക്കണം. ഇവിടെ 4 ബ്ലോക്ക് വിട്ടാൽ പിന്നെ ഇങ്ങനെ വരും, അത് സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ നെതർ ബ്ലോക്ക് വയ്ക്കാം. കണ്ണമ്പടിയായിട്ട് വയ്ക്കാം. കണ്ണൊന്നും റൗണ്ടിൽ ചെയ്യാനുള്ള ഇതില്ല. നമുക്കിനി മൗത്ത് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്തൊരു വർക്കായെങ്കിൽ മാത്രമാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക ലാസ്റ്റ്. ഇത് ഏകദേശം റെഡിയായി വന്നു. ചെരുവുണ്ടോ? ഈ ചെറിയ ചെരുവ് പൊട്ടിക്കും. പെർഫെക്ഷനോടെ ചെയ്യണം. ഇങ്ങോട്ട് വെച്ചാലും ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ 2 ബ്ലോക്ക് വെച്ച് ചെയ്യാം. യെസ്, ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയറിന് കളർ കൊടുക്കാം. അതിന് നമ്മൾ സ്മൂത്ത് സാൻഡ് സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെഡ് കളർ മുടിയൊക്കെ കൊടുക്കാം. ഞാൻ ആ മാപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്യണം. റിക്കവർ ചെയ്താൽ മാപ്പിൽ കുറേ ബിൽഡ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാണ്. പക്ഷെ അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നതിനൊക്കെ മുമ്പ് ഇതാക്കി വെച്ച മാപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ ഇത് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു വഴി ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കും. കവർ ചെയ്ത ഒരു രസം ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റില്ല. യെസ്, ഇങ്ങനെ വന്നപ്പത്തിനും കൂടി. പക്ഷെ നമ്മൾ ചെയ്തതിൻ്റെ വലുപ്പം തെറ്റി. അതാണ് പ്രശ്നം. ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് അപ്പം അത് വേറെന്തോ പോലെയായി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എനിക്കത് ശരിയാവുന്നില്ല, അളവ് ഇവിടെ ശരിയല്ല. ഇത് നമുക്ക് അടുത്ത ദിവസം വന്ന് ചെയ്യാം. നമുക്കിനി വേറൊരു ബേസ് കെട്ടാം. നമുക്കിവിടെ രാത്രി ആയില്ല, എന്തായാലും നമ്മുടെ ബേസ് പോയി കടന്നിറങ്ങിയിട്ട് വരാം. രാത്രി ആവാരായി തോന്നുന്നു. നമുക്കൊന്നൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കിയാലോ? അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. എവിടെയാണ് അതിന് സ്ഥലം? ഇന്ന് രാത്രി കടന്നിറങ്ങുന്നുണ്ട്. നമുക്ക് അതിന് പോവാം. ഇവിടെ ഉണ്ടല്ലോ, ഈ പോണ്ടിൻ്റെ അടിക്ക് ഇവിടെ ഞാൻ ഫില്ല് ചെയ്തെടുത്താണ്. കാരണം ഇവിടെ മൊത്തത്തിൽ അടിയിൽ കുഴിയാണ്. ഇവിടെ എല്ലാം തോന്നുന്നു. എൻ്റെ ഇവിടെ എവിടെ ഉണ്ടാകുന്നു, അതിനെ ഫില്ല് ചെയ്തെടുത്താണ്. അവിടെ ഒരു പോണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല എത്ര ഇത് രൂപ ഉണ്ടാക്കിയാലോ? അത് ഇത്തിരിയും കൂടി രസമുണ്ടാവും. അതുണ്ടാക്കാം.
രാവിലെ വരെ നമ്മൾ പണിയെടുത്തന്ന് തീരണമായിരുന്നു. പക്ഷേ ഏത് സ്ഥലത്തുണ്ടാക്കും? പ്ലെയിനായ സ്ഥലം വേണം അതിന്. ആണ് വേണ്ട. യെസ്, ഇതോടെ പ്ലെയിനാണ്. വലിയ വീടിനല്ല, പക്ഷേ ഇവിടെ ആയിട്ട് ചെയ്യാം. ഇതാ ഭാഗത്ത് താഴ്ന്നോടെ ഇവിടെ ചെയ്യാം നമുക്ക്. ഒബ്സീഡിയൻ ആദ്യത്തെ വെച്ചു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പോന്നിക്ക് എത്ര 4 ബ്ലോക്കല്ലേ? ഈ വലിപ്പം പോരാ ഗൈസ്, ഇത് ചെറിയ വലിപ്പമാണ്. പൊട്ടിക്ക് നമ്മൾ നല്ല വലിപ്പത്തിൽ ചെയ്യുക, എന്നാലാണ് ബ്ലോക്ക് നല്ല സ്ഥലം കിട്ടും. നമുക്ക് പ്ലെയിനായ സ്ഥലമൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്യണം, നിർബന്ധമാണ്. ഇത്ര വലിപ്പമൊക്കെ മതിയായിരിക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോഴേക്ക് നാളെ രാവിലെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ ലെവലിൽ വയ്ക്കാം, ഒരേ ലെവലിൽ വയ്ക്കാം. അപ്പോൾ വെച്ചതിൻ്റെ മേലെ കൂടെ കറക്റ്റായി. ഇവിടെ എത്ര ബ്ലോക്ക് വെച്ചു? 1 2 3 4 കേട്ടോ. ഇതേ അളവ് ഇനി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഈ ബ്ലോക്ക് വെച്ച അളവ് നമുക്ക് ജസ്റ്റ് അളവിന് വേണ്ടി മാത്രം എന്തെന്ന് അതുവരെ കൊണ്ടുപോയി വയ്ക്കാം. നമുക്ക് അളവിന് വേണ്ടി നല്ല ദൂരത്തേക്ക് വെക്കണം, പക്ഷെ അളവിനുള്ളതായതുകൊണ്ട് ഇത്ര മതിയായിരിക്കണം. ഇത്ര ദൂരം പോരെ, അത് കഴിഞ്ഞ് ഉണ്ടാവും. ആ ലെവല് മതിയായിരിക്കും. ഞാൻ വെച്ച് നോക്കാം. അടുത്ത ബ്ലോക്ക് തെറ്റി വെച്ചത് പൊട്ടിക്ക് വെച്ചു. ഇനി വീണ്ടും വീണ്ടും അടുത്തത് ഒരു ബ്ലോക്കും കൂടി വയ്ക്കാം നമുക്കിവിടെ. ഒന്നും കൂടി വയ്ക്കാനുള്ള സ്ഥലമുണ്ട് തോന്നുന്നു. ഒന്നും കൂടി വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഇതവിടെ മുട്ടിച്ചല്ലേ വെച്ചാണ്? യെസ്, അല്ല അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പൊട്ടിക്കാം. ഇനി ഇറങ്ങി നമുക്ക് ടൂളിൽ കൊണ്ടുള്ള പണിയാണ്. ഇതൊക്കെ പൊട്ടിച്ചു പോവാം. ഇവിടുത്തെ പുല്ലൊക്കെ പോയി, പക്ഷേ ഉള്ളൊരു പ്രശ്നം. നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ സമയത്ത് റെഡിയാക്കിയെടുക്കാം. ഇല്ലാകുമ്പോൾ നമ്മുടെ പൈസയൊക്കെ റെഡിയാവും തോന്നുന്നു, അറിയില്ല ശരിയാവുമെന്ന്. ഇതിങ്ങനെ വന്ന് ഇതിക്ക് വെക്കണം. ഇതിൽ ബ്ലോക്ക് വെക്കണം തോന്നുന്നു. ഇതിൽ ബ്ലോക്ക് വെച്ചു. ഇനി നമ്മൾ എത്ര ബ്ലോക്ക് ഇങ്ങോട്ട് ചെയ്യണം? ഒരു 1 2 4 4 വെച്ച് 1 2 3 4 5 6 ബ്ലോക്ക്. അവിടെയും പോയി 6 ബ്ലോക്ക് വയ്ക്കാം. ഇവിടെ 6 തന്നെയാണ് വെച്ചത്. 1 2 3 4 തെറ്റി. 1 2 3 4 5 6 ബ്ലോക്ക് വെച്ചായിരുന്നു. ഇനി നമുക്ക് വീണ്ടും അതേപോലെ മേലേക്ക് നല്ല പണിത് കൊണ്ടുപോകാം. നമ്മൾ മേലേക്ക് കൊണ്ടുപോകണം.
ഇത് ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടുന്ന് അതേപോലെ കൊണ്ടുവരണം. ചില്ലറ പണിയൊന്നുമല്ല അത് ചെയ്യണത്, നല്ല ടഫാണ്. ഞാൻ അന്നൊരു മലയിൽ ചെയ്തതാണത്. അത് നമ്മൾ നേരത്തെ ഒരു മലയിൽ കട്ടയൊക്കെ ഒരേപോലെ ആക്കിയില്ലേ, അത് നല്ല ബ്ലോക്ക് വലിപ്പത്തിലാണ് ഞാൻ ചെയ്തത്. ഇത് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇവിടെ വന്ന് കിട്ടിയിട്ട് ഇത് ഇതിൽ വരിക ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായി. ഇനി ഞാൻ നല്ലൊന്ന് മേലേക്ക് വറക്കട്ടെ. ഇത് രണ്ട് സ്ഥലത്തായി ഗൈസ് ആണ് സംഭവിച്ചത്. ഇത് എങ്ങനെ നോക്കിയാലും ചെരുവാണ്, അത് കെട്ടി എത്തിക്കണം. അതായത് ഈ ഭാഗത്ത് ഇങ്ങോട്ട് നല്ല എത്താണ്ട് എത്തിയിട്ടില്ല, അതെത്തിക്കണം. ഇത് നല്ല ടഫാണെന്ന് ഞാൻ പറഞ്ഞില്ല. എത്ര ടൈം കൂടി കറിയാവുന്നു കംപ്ലീറ്റ് ആക്കാൻ. ഇനി നോക്കട്ടെ. അപ്പോൾ നമുക്കൊരു ഇത്ര മതിയോ? യെസ് യെസ്, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ബ്ലോക്ക് എണ്ണി നോക്കാം, അതാവും ഇത്തിരി കൂടി എളുപ്പം. ഇവിടുന്ന് 1 രണ്ടാമത്തെ ഇരിക്ക് 2 3 4 5 6 8 9 10 ബ്ലോക്കാണ്. ഇനി അവിടെ എണ്ണി നോക്കാം. ഇരിക്ക് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത് പൊട്ടിക്ക്, ഇതും പൊട്ടിക്ക്. 10 ബ്ലോക്ക് വെച്ചു. ഇനി ഇങ്ങോട്ട് വെച്ച് വെക്കോ. യെസ് യെസ്, ഓക്കെ. ഇങ്ങോട്ട് 6 വെക്കേണ്ടത്. 10 വെച്ച് 1 2 3 4 5 6 6 1 2 3 4 5 6 ബ്ലോക്ക് വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഇനി തെറ്റിയാൽ നമുക്ക് ഒന്നും കൂടി റീബിൽഡ് ചെയ്യാം. നമുക്ക് വീണ്ടും റീബിൽഡ് ചെയ്യാൻ മനസ്സ് വേണം, അതില്ലാണ്ട് നടക്കില്ല. രാവിലെ നമ്മൾ ഇന്ന് രാവിലെ ഈ പണി തീർക്കേണ്ടതാണ്. നമുക്ക് നാളെ രാവിലേക്ക് നോക്കാം, അത് ഉറപ്പ്. നാളെ രാവിലെ എന്തൊക്കെയുണ്ട്, കണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. കണ്ണിന് അത്ര ടൈം എടുക്കലില്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ 2-3 വട്ടം ചെയ്തിട്ടുള്ളൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാവുമായിരിക്കണം. ശരിയാണ്, ഇതാവും വരിക. അപ്പോൾ ഇങ്ങോട്ട് വെച്ചാൽ തെറ്റല്ലേ? അല്ല, ഇവിടെ വയ്ക്കണം ഈ ഹൈറ്റിൽ. ഇനി പറക്ക്, ഇനി അതാണ് എളുപ്പം കൊണ്ട്. ഇങ്ങനെ 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 അങ്ങനെ യെസ് ഗൈസ്, നമ്മൾ ഏകദേശം റെഡി ആയതുപോലെ ഉണ്ട്. ഒന്ന് പറന്ന് നോക്കാം. പറന്ന് നോക്കിയാലാണ് ഇതിൻ്റെ ലെവല് ഏകദേശം. കുറച്ചും കൂടി ബ്ലോക്ക് മാറ്റണ്ടോ? യെസ് ഗൈസ്, ഇതിപ്പോൾ വല്ലാണ്ട് കുറഞ്ഞു പോയി. കുറച്ചും കൂടി കുറഞ്ഞു, എന്നാലാണ് അതിന് ചെരിവുണ്ട്. ഇനി അവിടുത്തെ ബ്ലോക്കാണ് എണ്ണേണ്ടത്. ഇവിടുന്ന് എടുക്കുക 1 2 3 4 5 6 7 8 ബ്ലോക്കാണ് ഇവിടെ. അവിടെ 1 2 3 4 5 6 7 8 9 10
അവിടെ 8 ഇവിടെ 10 വേണമെന്ന് അവിടെ ഒരു 2 ബ്ലോക്ക് കുറയ്ക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് കൂട്ടണമല്ലേ. അവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 8 9 10. 1 2 3 4 10 റെഡി ആയില്ലേ കേട്ടോ. ഇവിടുന്ന് ആദ്യം ഇവിടുത്തെ ലെവലൊന്ന് നടന്നിട്ട് കുറച്ച് പണിയുണ്ട്. ഇവിടുന്ന് ഈ ബ്ലോക്കില്ലേ, ഓക്കെ, അതൊരു ബ്ലോക്ക് വെച്ച് പോകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും. വ്യത്യാസം തിരിച്ചറിയാൻ അതൊരു ബ്ലോക്ക് വെക്കണം. ഇങ്ങനെ പോയാൽ നാളെ രാവിലെ ഈ പണി തീരും തോന്നുന്നുണ്ടോ? എനിക്ക് കറക്റ്റാണ്. ഉണ്ടോ? ഇവിടെ ഒരു ബ്ലോക്ക് മാറ്റി വെക്കണം. യെസ്, ഇങ്ങോട്ട് വെക്കണം. ടൂളിലേക്ക് പൊട്ടിക്കാം. ഈ ബ്ലോക്ക് ഇവിടെ പൊട്ടിക്കാം. ഈ സൈഡാണ് അത് വെച്ചതൊക്കെ പൊട്ടിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് അപ്പോൾ ഇത് കറക്റ്റായി. ഇനി ഇത് ഇവിടെ ഒരെണ്ണം 2 1 ഇനി അതേപോലെ പടിയും ചെയ്യണം. ഇവിടെ ആദ്യം ജോയിൻ ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു ആദ്യം ഈ കർവ് റെഡിയാക്കി എത്ര ബ്ലോക്ക് വെക്കണം. ഏകദേശം എമൗണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിറ്റ്, അനദർ വെയിറ്റ്, അനദർ, ഇനി വീണ്ടും ഒരു വെയിറ്റ്, ഇനി അനദർ. 1 2 3 4 5 6 7 6 ബ്ലോക്ക്. അടുത്തല്ല വെച്ച് ആണല്ലോ. 6 ബ്ലോക്ക്. ഇവിടെ 1 2 3 4 5 6 7 ഒരു ബ്ലോക്കും കൂടി കൂട്ടണം അവിടെ. യെസ് ഗൈസ്, ഇവിടെ ഒരു ബ്ലോക്ക് കൂട്ടണം. ഒരാളെ വായോ, ഞാൻ പറഞ്ഞു പോട്ടെ. ഇവിടെ ഏകദേശം റെഡിയായി. ഇനി ഹെയർ ഭാഗം നമുക്ക് നോക്കാം. ഹെയറിൻ്റെ ഭാഗം എന്താ പോകുന്നു? എത്ര നേരം കഷ്ടപ്പെട്ടാണ്. പൊട്ടിക്ക് മൊത്തം പൊട്ടിച്ച് കളയാം. ഇതൊക്കെ പൊട്ടിക്കണം. അങ്ങനെ ഞാൻ ഫൈനലി ഇത് റെഡിയാക്കി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കളയാം. അതർ ബ്ലോക്കും മറ്റേ സാൻഡ് സ്റ്റോണും. ഇനി എനിക്ക് അടുത്ത പണി മെയിനായിട്ട് വരാൻ പോകുന്നത് ഇവിടെയൊക്കെ ഗ്രാസ് ബ്ലോക്ക് വെക്കണം. മറ്റേ ഗ്രാസുള്ള ഡേട്ട് അത് വയ്ക്കലാണ് അടുത്തത്. നല്ലൊരു ടഫ് പണി.
ഇനി നമുക്ക് കണ്ണൊക്കെ ഒരേ ലെവലിലേക്ക് ചെയ്തെടുക്കണം. അതിലൊക്കെയാണ് ഇത് നമ്മൾ അന്ന് ചെയ്തതിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് ഏകദേശം വന്നിട്ടുള്ളത്. നമ്മൾ നാർത്ത മൗണ്ടനിൽ ചെയ്ത് ഇതിൻ്റെ പകുതി പോലും ഇല്ല, അത്ര ചെറുതായിരുന്നത്. ഇതതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ വന്നു. ഇതാണ് ഞാൻ അന്ന് ചെയ്തത്, ഏകദേശം ഈ വലുപ്പത്തിലാണ്. അന്നത്തെ ബ്ലോക്കിൻ്റെ എമൗണ്ടിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ബട്ട് ഈ ഒരു എമൗണ്ട് തന്നെ. ഇനി നമ്മളെ മൗത്ത് വരയ്ക്കാണ്ട് കുറച്ച് പണിയുണ്ട്. ഇവിടെ അല്ലേ ഹെഡ് ആയാലും ഇത്തിരി കൂടി ഭംഗി. ഇവിടെ നമ്മുടെ മൗത്ത് വെച്ച് അവിടെ ഹെഡ് വരുമ്പോഴാണ് ഇത്തിരി കൂടി ഭംഗിയാവുക. ഇനി അതിന് മുമ്പ് കുറച്ച് ഗ്രാസ് ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെയൊക്കെ മറയ്ക്കണം. ഇനി പുല്ലില്ലാത്തടത്ത് അതൊക്കെ വളർന്നു വന്നോളും, അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നല്ല ലോങ് ആയി. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ വീഡിയോ നിർത്തും. പുല്ലൊക്കെ വളർന്നു വന്നോളും. ഗ്രാസ് വെക്കേണ്ടടുത്ത് വെച്ചാൽ മതി. നമ്മൾ പുല്ല് വളരലൊക്കെ വളർന്നാൽ മതി തന്നെ. നമുക്ക് ഇന്നത്തെ വീഡിയോ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. ഞാൻ വേറൊരു പാർട്ട് എടുത്ത് വെച്ചാണ്, അതിൻ്റെ വീഡിയോ വരുന്നതാണ്. ഈ ബേസ് കേട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് ഇതിൻ്റെ. ആണ് നമുക്കിനി ഇതിൻ്റെ മൗത്തും ബാക്കിയുള്ള നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.